കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം ഹൈക്കോർട്ട് ബോട്ട് ജെട്ടിയിലാണ് കേട്ടോ. ബോട്ടിങ്ങിനായിട്ട് വന്നതാണ്. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പം വല്ലാത്ത ദാഹം. അപ്പോൾ കായൽ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ കുടിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇവിടെ കയറിയത് കേട്ടോ. എൻ്റെ പേര് മാരിടൈം എന്നാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ടെന്നാണ് ഇവിടെ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് പരീക്ഷിച്ചൊക്കെ നോക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്നവരാരും പോത്തില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഇവിടെ ഇരിക്കും. അത് കാരണം ഈ കഫേക്കാർക്ക് നല്ല ബിസിനസ് നടക്കും. അത്രയ്ക്ക് ഭംഗിയാണ്. കായൽ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. പൊളി വൈബാണ് കേട്ടോ. കായലിന്റെ കാറ്റൊക്കെ അടിച്ചിട്ട് ഒരു രക്ഷയില്ല. അത് ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. അത് നമ്മൾ ആസ്വദിച്ച് തന്നെ അറിയണം കേട്ടോ. അങ്ങനെ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് ചോദിക്കുവാണ്. നല്ല ചൂടല്ലേ, അപ്പോൾ തണുത്ത എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ വെറൈറ്റി പരീക്ഷിക്കുന്നതും നല്ലതായിരിക്കും. അങ്ങനെ ഞാനും തസ്മീറുമായിട്ട് ഇന്ന് പൊരിഞ്ഞ ചർച്ചയാണ്. എന്ത് വേണം. അവസാനം ഞങ്ങള് തസ്മീർ ഒരു ഷാർജ ഷേക്കും അങ്ങനെ ഞാനൊരു ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമും ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ കട്ട വെയിറ്റിംഗിലായിരുന്നു. ചെറിയ ഒരു ചൂടൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ടെങ്കിലും ഈ കായലിന്റെ അടുത്തിരിക്കുമ്പം അതൊന്നും നമുക്ക് ഒരു പ്രശ്നമേ അല്ല. ഞങ്ങൾ കൂടുതലും ചർച്ച ചെയ്തോണ്ടിരുന്നത് ഈ കായലിനെ പറ്റി തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ കായലിന്റെ തൊട്ടടുത്ത് എന്റെ കൈ ഇങ്ങനെ വെക്കുമ്പോ തന്നെ കായല. ആ കായലിലെ വെള്ളത്തിൽ നമുക്ക് ഇങ്ങനെ തൊടാം. അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്. ഉറപ്പായിട്ടും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടാ ഈ ഒരു സ്പോട്ട്. ഇത് നമ്മുടെ എറണാകുളം ഹൈക്കോർട്ട് ബോട്ട് ജെട്ടിയുടെ തൊട്ടടുത്ത് തന്നെ കാണുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോട്ടിങ്ങിനും പോകാം കേട്ടോ. 1 മണിക്കൂർ, 2 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ അങ്ങനെ സർവീസ് ഉണ്ട്. പിന്നെ പ്രൈവറ്റ് ബോട്ടുണ്ട്, ഗവൺമെന്റിന്റെ ബോട്ടും ഉണ്ട്. നമ്മളെ കുറേ സ്ഥലത്ത് കൊണ്ട് ഇങ്ങനെ കറക്കിയിട്ട് വരും. ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ കായലിൽ. കൂടാതെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു പാർക്ക് പോലാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എറണാകുളത്ത് വരുവാണെങ്കിൽ ഹൈക്കോർട്ട് ബോട്ട് ജെട്ടിയിൽ വരണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ആസ്വദിച്ചു പോകാം. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഉഗ്ര സ്പോട്ടാണ്. എപ്പോഴും നല്ല തിരക്കാണ്. അങ്ങനെ തസ്മീർ ഷാർജ ഷേക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഞാനൊന്ന് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം കഴിക്കട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫ്രൂട്ട് സലാഡ് ഷാർജയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതേ അടുത്തത് വീണ്ടും ഓർഡർ ചെയ്തേക്കുവാണ് കേട്ടോ. കശ്മീരിന് ഫലൂദായും എനിക്ക് മിന്റ് മൊജിറ്റോയും. ഈ കൊടും ചൂടത്ത് നമുക്ക് എത്ര കഴിച്ചാലും മതിയാകത്തില്ല. പക്ഷെ കായലിന്റെ സൈഡിൽ ഇരിക്കുമ്പം ഈ ചൂടൊന്നും നമ്മുടെ മേത്തോട്ട് കേൾക്കുന്നതേ ഇല്ല കേട്ടോ. നല്ലൊരു കുളിർമയാണ്. എന്തായാലും കിട്ടിയ ചാൻസ് നമ്മൾ വിനിയോഗിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ കണ്ണി കണ്ടതൊക്കെ ഇങ്ങനെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ പുറത്തു പോകുമ്പോൾ ഓരോ വെറൈറ്റിയും പരീക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളും ജ്യൂസുകളും ഷേക്കുകളും ഐസ്ക്രീമുകളും ഒക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയല്ലേ ഓരോ കമ്പനിക്കാർ ഇങ്ങനെ ഇറക്കിയേക്കുന്നത്. പിന്നെ നമ്മൾ കഴിച്ചില്ലെങ്കിൽ മോശമാകത്തില്ലേ, അവരെന്ത് ഓർക്കും. പിന്നെ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കണം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇത് കണ്ടിട്ട് ടൈറ്റാനിക് ആണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കല്ലേ എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇതൊരു പാലമാണ് കേട്ടോ. നമ്മുടെ കഫേയുടെ മുകളിലുള്ള പാലമാണ്. ഇതിന്റെ താഴെയാണ് നമ്മുടെ കഫേ. അപ്പൊ കഫേയിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് കായൽ സൗന്ദര്യം ആസ്വദിക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഷേക്കുകളും ജ്യൂസുകളും ഒക്കെ പരീക്ഷിക്കാം. കൂടാതെ അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് കായൽ സൗന്ദര്യം ആസ്വദിക്കാം. ഈ ടൈറ്റാനിക്കിലും കയറാം. അങ്ങനെ ഇവിടെ നിന്ന് കായൽ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങളിതാ പോകാൻ ഇറങ്ങിയേക്കുവാണ്. സ്റ്റെപ്പൊക്കെ ഇറങ്ങി നേരെ താഴോട്ട് ഇങ്ങനെ നടന്നു വരുമ്പോ കാണുന്നത് നമ്മുടെ എറണാകുളം ഹൈക്കോർട്ട് ബോട്ട് ജെട്ടിയാണ്. ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വരണം. ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വരാൻ പറ്റിയ ഒരു ഉഗ്രൻ സ്പോട്ടാണ്. കാരണം ബോട്ടിങ്ങിന് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ ഇന്ന് ഗവൺമെന്റ് ബോട്ടും പ്രൈവറ്റ് ബോട്ടൊക്കെ കിട്ടും. മണിക്കൂർ അനുസരിച്ച് കറങ്ങാൻ പറ്റും. കായലിൽ കൂടെ പോയ ഒരുപാട് നമ്മൾ കാണാത്ത കാഴ്ചകളൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചിട്ട് വരാം.
അത് വേണ്ടാത്തവർക്ക് ഒരു പാർക്ക് പോലെയാണിത്. ഇവിടെ ഇരിക്കുക, നടക്കുകയാ ഒക്കെ ചെയ്യാം. അടിപൊളി കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാം. ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഇവിടെ ഇരുന്ന കാണാം. വഴിയോര കച്ചവടക്കാരുടെ ബഹളമാണ് ഇവിടെ കേട്ടോ. നല്ല ഉപ്പുമാങ്ങായും കുലുക്കി സർബത്തൊക്കെ കുടിച്ച് അടിച്ച് പൊളിച്ചിട്ട് വൈകുന്നേരം ആകുമ്പം നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പം എങ്ങനെയുണ്ട് ഈ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ.